ഹായ് ഓൾ. കുറേ കാലമായി ഒരു വീഡിയോ ചെയ്യണമെന്ന് ആലോചിക്കുന്നു. പലപ്പോഴായിട്ട് ഞാനത് വേണ്ട എന്ന് കരുതുന്നിടത്താണ് വിഷമം കൂടുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ജനുവരി മാസം തൊട്ട് മിഹറിൻ്റെ ആത്മഹത്യ തൊട്ട് ഇങ്ങോട്ടേക്ക് കുറച്ചെങ്കിലും പേർക്കറിയാം നീള സ്കൂൾ ഓഫ് ഹാപ്പിനെസ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ 12 വർഷമായി റിസർച്ച് മേഖലയും എല്ലാം തന്നെ കുഞ്ഞുങ്ങളുടെ ഹാപ്പിനെസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. മാധ്യമങ്ങൾ നൽകുന്ന പ്രയോറിറ്റി തീർച്ചയായിട്ടും കുറ്റപ്പെടുത്താൻ കഴിയില്ല. മാധ്യമങ്ങൾക്കത് നൽകുന്നത് കൊണ്ടാണ് പുറം ലോകം ഇത് അറിയുന്നത് എന്നിരിക്കെ ചില സ്ഥലങ്ങളിലെങ്കിലും നമ്മൾ നൽകുന്ന പോയിന്റുകൾ, അതല്ലെങ്കിൽ സൂക്ഷ്മ പരിശോധന വാക്കുകൾ, ഇപ്പോൾ വെറുതെയെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, റെഡ് കളറിൽ വൈറ്റ് കളർ ഫോണ്ട് ഉപയോഗിച്ചുകൊണ്ട് 14 വയസ്സുകാരൻ 7ാം നിലയിൽ നിന്ന് ചാടി മരിച്ചു എന്ന് എഴുതുകയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നിരന്തരമായ മീഡിയ ജഡ്ജ്മെൻറ്റും പണിഷ്മെൻറ്റും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങളും ഡിബേറ്റുകളും എല്ലാം ഒരു കുട്ടി കാണുമ്പോൾ അവനിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ചിന്തിക്കേണ്ട സമയമല്ലേ നമുക്കിത്. ഞാൻ ഉള്ളവർ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതിന് ഒരുപക്ഷെ വീഡിയോ ചെയ്യുന്ന ഓരോ ആൾക്കാർക്കും സതുദ്ദേശവും ദുരുദ്ദേശവും അവരുടേതായ രീതിയിൽ കാണുമായിരിക്കും. പക്ഷെ ഇതെല്ലാം പോയി കാണുന്ന ഒരു തലച്ചോറ്, ഈ കാലത്ത് ജീവിക്കുന്ന, ഈ ടെക്നോളജിയുടെ സാങ്കേതികതയുടെ എല്ലാ നന്മകളും തിന്മകളുമുള്ളൊരു കാലത്ത് ജീവിക്കുന്ന ഒരു കുട്ടി ഇതിനെ എങ്ങനെയായിരിക്കും സോർട്ട് ചെയ്യുന്നത് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കൂ. ജനുവരി മാസത്തിലെ മിഹർ തൊട്ട് ഇന്നിവിടെ ആദി കേശു വരെ ഏതാണ്ട് 7 മണിക്കൂറിന് മുന്നേ, ഇന്നത്തെ ഡേറ്റ് 21-ാം തീയതിയാണ്, വൈകിട്ട് 4 മണിയാണ്, ഏതാണ്ട് ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നൊരു കുഞ്ഞ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതുവരെ കൂട്ടി വായിച്ചു നോക്കൂ. കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഓരോ വാക്കുകളും നമ്മൾ കൃത്യമായി സെൻസർ ചെയ്തിട്ടാണോ ചെയ്യുന്നത്? നമ്മുടെ ഏത് മാധ്യമങ്ങൾക്കാണ് സെൻസറിങ് ഉള്ളത്? നമ്മൾക്ക് അധികാരപ്പെട്ടവർ എവിടെയാണ് എന്നൊരു ചോദ്യമാണ് ഇന്നെൻ്റെ വീഡിയോയിലൂടെ എൻ്റെ സമാധാനത്തിന് എനിക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നത്. ഞാനൊരു പക്ഷേ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാകാം, അധ്യാപകരെയോ രക്ഷകർത്താക്കളെയോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെയോ സാമൂഹിക പ്രതിബദ്ധതാ ബോധമുള്ളവരെയോ കുറ്റപ്പെടുത്തുന്നതേ അല്ല. കാരണം ഞാനും നിങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ തന്നെയാണ്. പറയാനുള്ള കാര്യങ്ങൾ കുറച്ചെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലെങ്തി ആയാലും അത് പറയേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ്. ഒരു 24 വർഷത്തെ ജീവിതാനുഭവം കുട്ടികളുമായി ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പറയുന്നൊരു വേദിയായി മാത്രം ഇതിനെ കാണുമെന്ന് കരുതുന്നു. നമ്മുടെ മെഹറിന്റെ ഈ 14 വയസ്സുകാരന്റെ ഈ വാർത്ത കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ കുത്തി നിറഞ്ഞ വാർത്താ മാധ്യമങ്ങളും ഓൺലൈൻ മീഡിയാസും ചെറുതും വലുതുമായ നിറയെ മീഡിയയിലൂടെ നമ്മളിതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കാണുമ്പോഴൊക്കെ തന്നെ ഒരു മരിച്ചുപോയ ഒരു കുട്ടിയോട് കാണിക്കുന്ന ക്രൂരത എത്രമാത്രമുണ്ട്, അല്ലെങ്കിൽ അവൻ പഠിച്ച സ്കൂളുകളെ കുറിച്ച് കുറ്റം പറയുന്നതായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അതിന്റെ വിചാരണ നടത്തുന്നതായിക്കൊള്ളട്ടെ, എല്ലാത്തിലും ഒരു സൂക്ഷ്മ പരിശോധന ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും. ഇപ്പൊ നമ്മള് ഈ കണ്ട മേഹർ തൊട്ട് ഇങ്ങോട്ടേക്ക് ഇന്നിപ്പോ ഞാനിന്ന് സംസാരിക്കുന്നത് ഇന്നേ ദിവസം ശനിയാഴ്ചയാണ്, ഫെബ്രുവരിയിലെ ഇന്നേ ദിവസം 22-ാം തീയതി സംസാരിക്കുമ്പോൾ 7 മണിക്കൂറിന് മുന്നേ തന്നെ നരുവാമൂടുള്ള ഒരു കുട്ടി ദുരൂഹ സാഹചര്യത്തിൽ 14 വയസ്സുള്ള ഒരു ആൺകുട്ടി മരണപ്പെട്ടു. അപ്പോ ഓരോ ഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോഴും നമ്മൾ എല്ലാവരും ഇതിന് ബാധ്യസ്ഥരാണെന്ന് പറയാനായിരുന്നു. എനിക്കധികം നിയമങ്ങളൊന്നും തന്നെ ഈ മേഖലയിൽ അറിയില്ലെങ്കിൽ പോലും കുറച്ച് പഠിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന രീതിയുണ്ട്, അതിന്റെ സൂക്ഷ്മമായ വശങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നമ്മൾ പറയാണ് 14 വയസ്സുകാരൻ ഫ്ളാറ്റിന്റെ ഇത്രാമത്തെ നിലയിൽ നിന്നും താഴെ ചാടി ആത്മഹത്യ ചെയ്തു. ഇത് നിരന്തരമായ ഒരു കുട്ടി, അല്ലെങ്കിൽ ആ ഒരാഴ്ച മുഴുവൻ എല്ലാ ലീഡിങ് എന്താ പറയുന്നത്, നമ്മൾ പറയണ്ടോ, റേറ്റിംഗ് കൂടുതലുള്ള മാധ്യമങ്ങൾ തൊട്ട് ഏറ്റവും ചെറിയ മാധ്യമങ്ങൾ വരെ, അല്ലെങ്കിൽ ബ്ലോഗേഴ്സ് വരെ എത്തി നിൽക്കുന്നവർ പറയുന്നത് ഇതേ കാര്യമാണ്. ഈ കുട്ടിയുടെ ഫോട്ടോയാണ് എടുത്ത് കാണിക്കുന്നത്. 18 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ ഫോട്ടോ എക്സ്പോസ് ചെയ്യാൻ പാടില്ല എന്നിരിക്കെ ഇതെല്ലാം എടുത്ത് കാണിച്ചുകൊണ്ടും അവന്റെ ജാതിയെയും മതത്തെയും അവന്റെ ശരീരത്തെയും അവന്റെ പാരന്റ്സിന്റെ വ്യക്തിബന്ധങ്ങളെയും പോലും താറടിച്ച് കാണിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഒന്ന്, സത്യത്തിൽ കാട്ടാക്കട പൂവച്ചിലുള്ള ഒരു കുഞ്ഞ് തന്റെ സ്കൂളിന്റെ ഇടനാഴിയിൽ തന്നെ തൂങ്ങി മരിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോൾ, ഞാൻ ഈ പറയുന്നതിലും തെറ്റുണ്ടാകാം,
പക്ഷെ ഈ വാർത്ത കേൾക്കുമ്പോൾ ഞാൻ ഒരുപാട് ചിന്തിച്ചിരുന്നു. അത് ബാക്ക് എൻഡിലേക്ക് റിസർച്ചും വായനകളും ഒക്കെ ആയിട്ട് പോയപ്പോൾ ഇത്തരത്തിലുള്ള സൂക്ഷ്മ പരിശോധനകളും സൂക്ഷ്മ വിശദീകരണങ്ങളും കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു വാർത്തയെ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത് ഇനിയെങ്കിലും നിർത്തുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്കത് കൊടുക്കാം, പക്ഷെ എവിടെയാണ് ഇത്തരം സോഷ്യൽ മീഡിയകൾക്ക് സെൻസറിങ് ഉള്ളത്? എല്ലാവരും ചെറുതും വലുതുമായി യൂട്യൂബിൽ ജോലി ചെയ്യുന്ന എല്ലാവരും എഴുതി തള്ളി കൊടുക്കുന്നത് ഓരോ കുടുംബത്തിലെയും ഓരോ വീട്ടിലെയും സങ്കടങ്ങളാണെന്നും അവരുടെ ജീവിതമാണെന്നും കണ്ടെത്തിയല്ലേ നമ്മളിത് ചെയ്യേണ്ടുന്നത്. ഇപ്പോ വാർത്തകൾ വിശദീകരിക്കപ്പെടേണ്ടവ തന്നെയാണ്. അത് അത്തരം വാർത്തകളായിരിക്കണ്ടേ, അതിനൊരു ജനാധിപത്യ മൂല്യം ഉണ്ടായിരിക്കണ്ടേ, അതിനൊരു ബാലാവകാശ നിയമം ഉണ്ടായിരിക്കണ്ടേ. ഇതൊന്നും ഇല്ലാതെ നമ്മളിങ്ങനെ നിരന്തരമായി വിചാരണ നടത്തുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നതിന്റെ അവസാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ജനുവരി തൊട്ട് ഫെബ്രുവരി വരെ വന്ന് നിൽക്കുമ്പോൾ നിരന്തരമായി ഞാനിതിന്റെ ഈ ജേർണലിന്റെ താഴെ കൊടുക്കുന്നുണ്ട്. എത്ര കുട്ടികളാണ് ഇങ്ങനെ കൊലപാതകികളാകുന്നത്, ആത്മഹത്യയിലേക്ക് പോകുന്നത്? എത്ര കുട്ടികളാണ് രക്ഷകർത്താക്കളെയും നമ്മളുടെ അധ്യാപകരെയും കൊല്ലാനും തല്ലാനും വെല്ലുവിളിക്കാനും തയ്യാറാകുന്നത് നിങ്ങൾ നോക്കൂ. ഒരു കുട്ടി ഒരു പ്രിൻസിപ്പൽ അതോറിറ്റിയെ കൊല്ലുമട എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്, മൊബൈൽ ഫോൺ വാങ്ങി വെച്ചതിന് കൊല്ലുമട എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു. അത് ഷൂട്ട് ചെയ്ത് മില്യൺ വീഡിയോസിലേക്ക് അത് എത്തുന്നു. അതിനുശേഷം PTA കൂടുന്നു, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി കൂടുന്നു, അതിന് വേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ സപ്പോർട്ടീവായിട്ട് ആ കുട്ടിയെ സേവ് ചെയ്യുന്നു. പക്ഷെ നോക്കൂ, ആ പ്രോബ്ലം അവിടെ തീർന്നിട്ടുണ്ടാവാം വിത്തിൻ 2 months. പക്ഷെ ഈ ഒരു കാരണം കൊണ്ട് നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര അധ്യാപകരെ തല്ലുന്ന കുട്ടികളുണ്ടായി. എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പവുമില്ല, എന്നോടൊപ്പം പോക്സോ ഉണ്ടെന്ന് ചിന്തിക്കുന്ന, എനിക്ക് എന്തും എന്റെ പ്രിൻസിപ്പലിനെയും എന്റെ ടീച്ചർമാരെയും തല്ലാനും കൊല്ലാനും വഴക്കിടാനുള്ള അധികാരമുണ്ടെന്ന് ചിന്തിക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടിയിട്ടേ ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനുപരിയായി ഇത്തരം മരണങ്ങളും കൂടി ആകുമ്പോൾ ഏറ്റവും അധികം കോർണർ ചെയ്യപ്പെടുന്നത് നമ്മളുടെ ഗുരുനാഥന്മാർ കൂടെയല്ലേ. ഞാനൊരു 100% അധ്യാപകരെ എടുക്കുകയാണെങ്കിൽ 2012 തൊട്ടുള്ള ടീച്ചർ ട്രെയിനിങ് ഞാൻ നടത്തി വരുന്നുണ്ട്. വ്യക്തിപരമായും എന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടും ഞാൻ ടീച്ചർ ട്രെയിനിങ് ഇപ്പോൾ 2023-24 കാലഘട്ടത്തിൽ ഏതാണ്ട് 750 ടീച്ചേഴ്സിനെ 45 മണിക്കൂർ വീതം ബാലാവകാശത്തെക്കുറിച്ചും ഹാപ്പിനെസിനെ കുറിച്ചും സ്ട്രെസ്സിനെ കുറിച്ചും പഠിപ്പിച്ച ഒരാൾ കൂടിയാണ് ഞാൻ. ഈ ടീച്ചേഴ്സ് അനുഭവിക്കുന്ന സ്ട്രെസ് എവിടെയാണ് പറയേണ്ടത്? അവർക്ക് ആരാണ് ജനാധിപത്യ മൂല്യങ്ങൾ നൽകുന്നത്? അവർക്ക് എവിടെയാണ് അവയർനെസ് ട്രെയിനിങ് കൊടുക്കുന്നത്? ഏത് സ്കൂളായിക്കോട്ടെ, CBSE ആയിക്കോട്ടെ, സ്റ്റേറ്റ് സ്കൂളുകളായിക്കോട്ടെ, ഏത് സിലബസ് ഉള്ള സ്കൂളുകളായിക്കൊള്ളട്ടെ, ഒരു സ്കൂളിന് കൃത്യമായ അക്കാദമിക കലണ്ടർ ഉണ്ടാവും. ആ കലണ്ടറിനുള്ളിൽ അവരുടെ 100% വിജയം ബ്രാൻഡ് ആക്കുന്ന ഒരു സ്കൂൾ എത്രമാത്രം, ഞാൻ പ്രൈവറ്റ് മേഖലയിലെ സ്കൂളുകളെ കുറിച്ച് പറയുന്നതായിട്ട് കണ്ടാൽ മതി, എത്രമാത്രം അധ്യാപകർക്ക് ഇത്തരം കുട്ടികളെ ഡീൽ ചെയ്യാനുള്ള സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ്ങും മെന്റൽ ഹെൽത്ത് അവയർനെസ്സും കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പബ്ലിഷേഴ്സ് കമ്പനികൾ കൊടുക്കുന്ന സബ്ജക്റ്റീവ് ക്ലാസ്സുകളും CBSE പോലെയുള്ള സംവിധാനങ്ങൾ കൊടുക്കുന്ന കരിയർ ഓറിയന്റേഷൻ ക്ലാസ്സുകളും അല്ലെങ്കിൽ സെന്റർ ഓഫ് എക്സലൻസ് ക്ലാസ്സുകളും ഉപരിയായി ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ കൊടുക്കുന്ന ക്ലാസ്സുകൾ എത്ര സ്കൂളുകളാണ് നിരന്തരമായി അവരുടെ ഒരു അജണ്ടയായി കണ്ട് ട്രെയിനിങ് കൊടുക്കുന്നത്? ഇത്തരം ട്രെയിനിങ് കൊടുക്കാതിരിക്കുമ്പോഴല്ലേ ഒരു മൊബൈൽ ഫോൺ സ്കൂളിൽ കൊണ്ടുവന്നു, സ്കൂളിൽ അത് കണ്ടെത്തി, അതൊരു 12 വയസ്സുകാരിയായ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നും അത് വാങ്ങി സ്കൂളിന്റെ നിയമപ്രകാരം, ഈവൻ കേരള എഡ്യൂക്കേഷൻ റൂളിലോ അല്ലെങ്കിൽ ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്ഷൻ റൂളിലോ CBSEയിലോ സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരരുതെന്നേ ഉള്ളൂ. ഇനിയിപ്പോ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യണമെന്ന് ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 2019-21 കാലഘട്ടങ്ങളിലുള്ള സർക്കുലറുകളിൽ അതുണ്ട്. പക്ഷേ ഒരു ടീച്ചർ ഇതൊരു സാധനം കാണുമ്പോൾ ഇതിനെ കസ്റ്റമൈസ് ചെയ്യപ്പെടുകയല്ലേ ചെയ്യുന്നത്? അതായത് ഒരു കുട്ടി ഒരു മൊബൈൽ ഫോൺ കൊണ്ടുവന്നാൽ ഒരു അധ്യാപകനോ അധ്യാപികയോ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? സ്വാഭാവികമായും അവരുടെ പ്രിൻസിപ്പൽ അതോറിറ്റിയോട് പറയും. പ്രിൻസിപ്പൽ അതോറിറ്റിയുടെ അധികാര പരിധി പല സ്കൂളുകളിലും ഡിസിഷൻ മേക്കർ ആണെന്ന് പറയുമെങ്കിലും ഒരുപക്ഷെ ചെയർമാനോ സ്കൂൾ അതോറിറ്റി, അപ്പലേറ്റ് അതോറിറ്റി മാനേജറോ അഡ്മിനിസ്ട്രേറ്ററോ ഒക്കെ കാണും. ആ പ്രിൻസിപ്പൽ ഹെൽപ്ലെസ് ആയിരിക്കും. അവർക്ക് വിളിക്കാനോ പറയാനോ ആ സാഹചര്യത്തിൽ ആരും ഉണ്ടാകണമെന്നോ അറിവ് ചിലപ്പോൾ കുറവോ കൂടുതലോ ഒക്കെ ആയിരിക്കാം. പാരന്റ്സിലേക്ക് ഇങ്ങനെ ഒരു കോൾ എത്തുമ്പോൾ
എന്തായാലും രണ്ട് തെറ്റുകൾ അവിടെ ഉണ്ടാകാം. ഒന്ന്, കുട്ടിയോട് നമ്മളിത് പറയണമെന്നില്ല. കുട്ടിയെ നമ്മൾ ചില ആറ്റിറ്റ്യൂഡിലൂടെ, ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിലൂടെ സ്നേഹത്തോടുകൂടി പറഞ്ഞു മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഗെറ്റ് റിഡ് ഹർ, അവളെ വഴിക്കോ അല്ലെങ്കിൽ അവന്റെ വഴിക്കോ ഒന്ന് വിടുക. നമ്മുടെ ആറ്റിറ്റ്യൂഡിന് ഒരു ചേഞ്ച് ഉണ്ടാകാതിരിക്കുക. അതെങ്ങനെയാണ് എന്നത് നമ്മൾ ഈ പുറത്തുനിന്ന് പറയുന്ന പോലൊന്നും ആയിരിക്കണം എന്നില്ല. 12-14 വിഷയങ്ങൾ, മലയാളം, കണക്ക്, സയൻസ്, സാമൂഹ്യ പാഠം, ഇംഗ്ലീഷ്, ഹിന്ദി, GK, MS, റോബോട്ടിക്സ്, സ്റ്റെം എഡ്യൂക്കേഷൻ, ഓഫ് കോഴ്സ് സ്പോക്കൺ ഇംഗ്ലീഷ് തുടങ്ങി നിരന്തരമായ മേഖലകളിലുള്ള സബ്ജക്റ്റുകൾ ഫുൾ A+നായി ഫോക്കസ് ചെയ്യുന്ന ഒരേ പാഠപുസ്തകം 40-ലധികം കുട്ടികൾക്ക് ഒരു ക്ലാസ്സിൽ ഒരു രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിന്റെ സ്ട്രെസ് ചിലരെങ്കിലും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കോവിഡിന് ശേഷം വരുന്ന കുട്ടികളിലുള്ള മാനസിക പ്രശ്നങ്ങൾ, വ്യതിയാനങ്ങൾ, അവരുടെ വൈകല്യങ്ങൾ തിരിച്ചറിയാത്ത പാരന്റ്സ്, അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞാലും അത് അംഗീകരിക്കാത്ത പാരന്റ്സ്, ഇത് ഒരു വശത്ത്. രണ്ടാമതൊരു വശത്ത് സ്കൂളിന്റെ പൂർണ്ണമായ അക്കാഡമിക മികവ് പൂർത്തിയാക്കാനുള്ള ഒരു സ്ട്രെസ് മറ്റൊരു വശത്ത്. ശമ്പളം നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഒരു എയ്ഡഡ് സ്കൂളിലെ ഒരു അധ്യാപിക ശമ്പളം കിട്ടാതെ ജീവൻ ഒടുക്കി. അധികം ആരും സംസാരിച്ച് ഞാൻ കണ്ടില്ല. ഞാനിവിടെ അധ്യാപികയ്ക്ക് വേണ്ടിയോ കുട്ടിക്ക് വേണ്ടിയോ രക്ഷകർത്താക്കളിന് വേണ്ടിയോ എനിക്ക് വേണ്ടിയോ അല്ല ഞാൻ സംസാരിക്കുന്നത്. എന്റെ ചിന്തകൾ ഞാൻ പറയുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം, ഒരാളിന്റെ ഭാഗത്താണ് തെറ്റെന്ന് പറഞ്ഞതിനെ കൂട്ടിവെക്കുകയോ ഇയാളാണ് തെറ്റുകാരെന്ന് പറയുകയോ, മെഹർ മരിച്ചുപോയാൽ അതിന്റെ അമ്മയാണ് തെറ്റുകാരി എന്നോ രണ്ടാം ഭർത്താവാണ് തെറ്റുകാരനെന്നോ പറയാൻ നമ്മൾക്ക് ആർക്കും ഒരു അധികാരമില്ല. ആ അധികാരപരിധികൾ മനസ്സിലാക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇത്തരം മാധ്യമങ്ങൾ സത്യസന്ധമായും മാധ്യമങ്ങളിൽ മുഴച്ചു കാണിക്കുന്ന വാക്കുകൾ ഇല്ലീഗലാണ് എന്ന് അറിയാമായിരുന്നിട്ടും ബ്രാൻഡിങ്ങിനും ലൈക്കിനും വേണ്ടി പറയുന്ന ഇൻട്രോകൾ, ഇതെല്ലാം കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു ടീച്ചർ ആത്മഹത്യ ചെയ്തു ശമ്പളം കിട്ടാതെ. ഒരുപാട് മേഖലകളിൽ പ്രശ്നങ്ങളുണ്ട് ടീച്ചേഴ്സിന്. ഒരു ടീച്ചർ എവിടെയെങ്കിലും വഴക്ക് പറഞ്ഞാൽ ഒരു കൂട്ടം അധ്യാപകർക്ക് ഇതെന്തു പറ്റി എന്ന് പറഞ്ഞ് ഒരു കൂട്ടം മീഡിയാസ് അങ്ങ് ഇറങ്ങുമ്പോൾ നല്ല മിടുക്കരായി വർക്ക് ചെയ്യുന്ന, വളരെ സത്യസന്ധമായി പറഞ്ഞാൽ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ വേദിയിലെങ്കിലും ഇരുന്ന് സംസാരിക്കാൻ, നില സ്കൂൾ ഓഫ് ഹാപ്പിനെസിന്റെ ഫൗണ്ടർ ഡയറക്ടർ ആകാൻ, നില ഫൗണ്ടേഷന്റെ ഫൗണ്ടർ ആകാൻ, എഡ്യൂക്കസി സ്മൈൽ ഗ്ലോബൽ ലിമിറ്റഡിന്റെ ഫൗണ്ടർ ആകാൻ ഒക്കെ എന്നെ പ്രാപ്തയാക്കിയത് എന്റെ ഗുരു ശിഷ്യ ബന്ധം തന്നെയാണ്. എന്റെ മാതാപിതാക്കൾക്ക് ഉപരിയായി എന്റെ ഗുരുനാഥന്മാരാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. ഈവൻ ദോ ഞാൻ ഏറ്റവും ഒടുവിൽ പഠിച്ചു വെച്ച മനഃശാസ്ത്രത്തിൽ എന്നെ ഏറ്റവും അവസാനമായി പഠിപ്പിച്ച ഡോക്ടർ അജിത് പി കുമാർ, ഡോക്ടർ അരുൺ ബി നായർ, ഡോക്ടർ വിനോദ്, ഡോക്ടർ കവിത തുടങ്ങിയവർ ഉൾപ്പെടെ എന്റെ നന്മയ്ക്ക് കാരണക്കാരായവരാണ്. അപ്പൊ ഇത്തരം സംവിധാനങ്ങൾ ഒരു ലോകത്ത് ഒന്നോ രണ്ടോ പേർ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ട് പ്രകൃതിയാൽ എല്ലാ അധ്യാപകരും ഒരുപോലെയാണെന്ന് പറയുന്ന ഒരു പ്രതീതി തെറ്റാണ്. ഒരു സ്കൂൾ ഒന്നടങ്കം അങ്ങനെയാണെന്ന് പറയുന്നത് തെറ്റാണ്. കാരണം നമ്മൾ എംപതറ്റിക് ആയിട്ട് ചിന്തിക്കാനുള്ള സ്കില്ല് നമ്മൾക്ക് ആർക്കും ഇല്ല. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നില്ല. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഒരർത്ഥത്തിൽ ഇത്രയും അധികം ആത്മഹത്യകൾ, സ്കൂളിനുള്ളിലെ ആത്മഹത്യ, ചാടി മരിക്കുന്നത്, കൊല്ലുന്നത്, 26 വെട്ടുവെട്ടി അപ്പനെ കൊല്ലുന്നത്, ഇത്തരത്തിലുള്ള അതിക്രൂരമായ കൊലപാതകങ്ങളിലേക്ക് കുട്ടികൾ എത്തുന്നത്. ഇപ്പൊ തൃശ്ശൂർ നമ്മൾ കണ്ടതാണ്. 14 വയസ്സുകാരൻ, 14-16 വയസ്സുകാരൻ ഒരു 30 വയസ്സുകാരനെ കുത്തിക്കൊല്ലുകയാണ്. ഇത്തരത്തിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തുന്നതിന് ഒരു സ്കൂളോ ഒരു അധ്യാപകരോ മാത്രമല്ല, ഒരു രക്ഷകർത്താക്കൾ മാത്രമല്ല, നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യം, ഒരു രക്ഷകർത്താവിന് ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ 2 പേർക്കും ജോലിക്ക് പോയാലേ ഒരുപക്ഷെ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളായിരിക്കും. ഇല്ലെങ്കിൽ പല ഫാമിലികളും സിംഗിൾ പാരന്റിംഗ് അവസ്ഥയിലാണ്. പല അച്ഛന്മാരും ചിലപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടാവില്ല, പല അമ്മമാർക്കും ചിലപ്പോൾ ജോലി ഉണ്ടാവില്ല. അപ്പൊ ഒരു സിംഗിൾ വരുമാനമുള്ള ഒരു സാധാരണ ഫാമിലിയിലെ കുടുംബത്തിലെ ഒരു കുട്ടി, അല്ലെങ്കിൽ സാധാരണ കുടുംബത്തിലെ ഒരു കുട്ടി, അവന്റെ അപ്പനും അമ്മയും സാധാരണ ജോലിക്ക് പോയിട്ടായിരിക്കും ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. അപ്പൊ പാരന്റ്സ് എങ്ങനെയായിരിക്കും ഈ ഒരു വർക്ക് ലൈഫ് മാനേജ് ചെയ്യുന്നത്? അവർക്ക് ആരാണ് ഇതിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്? ഞാൻ തൊട്ടു മുന്നേ പറഞ്ഞു, ഇതേ സ്കൂളുകൾ ഓപ്പൺ മീറ്റിങ്ങുകൾക്കും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള സർക്കുലറുകളെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫണ്ടിനെ ഉപയോഗപ്പെടുത്താനോ അല്ലാതെ ഒരു സ്കൂളിംഗ് സിസ്റ്റം പാരന്റ്സിന് കൊണ്ടുവന്നിട്ടുണ്ടോ? ബഹുഭൂരിപക്ഷം സ്കൂളുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ പാരന്റ് സ്കൂളിംഗ് എവിടെയുണ്ട്? നമ്മൾ റാങ്കും പ്രോഗ്രസ് കാർഡും മേടിച്ചിട്ട് ഒരു സ്കൂളിന്റെ മുമ്പാകെയുള്ള കുട്ടികളുടെ മുമ്പിൽ പ്രോഗ്രസ് കാർഡ് വായിച്ചിട്ട് തന്റെ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു പോകുന്ന അധിക്ഷേപങ്ങൾ കാണാനോ കേൾക്കാനോ പറ്റാത്ത മാനസികാവസ്ഥയുള്ള കുറെ പാരന്റ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്.
അത്തരത്തിലുള്ള പാരന്റ്സ് എങ്ങനെയാണ് ഒരു സ്കൂളിംഗ് സിസ്റ്റത്തിലേക്ക് എത്തുന്നത്? അല്ലെങ്കിൽ വയബിളായ, പറയുന്നത് മനസ്സിലാകുന്ന എംപതറ്റിക്കായ സ്കൂൾ മാനേജ്മെന്റും എംപതറ്റിക്കായ സ്കൂൾ ടീച്ചിങ്ങും അല്ലെങ്കിൽ എഡ്യൂക്കേറ്റർ ലേണർ പ്രോഗ്രാമും ഉണ്ടെങ്കിലല്ലേ മുഴുവൻ പാരന്റ്സും എത്തുള്ളൂ. ഇല്ലെങ്കിൽ എത്തുന്ന പാരന്റ്സ് മുഴുവൻ ഫുൾ A+ ആവറേജ് A+ ഉള്ള ആളുകളുടെ കുട്ടികളായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ആ കുട്ടികളുടെ രക്ഷകർത്താക്കളായിരിക്കുമല്ലോ. അപ്പൊ ഇതിലെല്ലാത്തിലും പങ്കുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പാരന്റ്സിന്റെ കുട്ടികളിലേക്ക് പോകുമ്പോൾ കൃത്യതയോടുകൂടി കൊടുക്കാണ്ടുന്ന അവയർനെസ് ട്രെയിനിങ് നമ്മൾ കൊടുക്കണ്ടേ? ഇപ്പോ ശ്രദ്ധിച്ചാൽ അറിയാം, ഈയിടെയായിട്ട് എനിക്ക് സിനിമയോടൊന്നും തന്നെ ഒരു തരത്തിലുള്ള സങ്കടങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല. കാരണം ഞാൻ സിനിമ കണ്ട് സമയം കൊടുക്കാറുമില്ല, സമയം എടുക്കാറുമില്ല. സോ ഫാർ ഒരു പരിധിവരെയുള്ള കാര്യങ്ങൾ ഒരു കറണ്ട് അഫയേഴ്സിൽ വായനയിൽ വന്നതാണ്. പൃഥ്വിരാജ് ഈ മെഹറിന്റെ കാര്യത്തിൽ ചില കാര്യങ്ങൾ സ്റ്റേറ്റ് ചെയ്തു. ഇൻസ്റ്റഗ്രാമിലോ സോഷ്യൽ മീഡിയയിലോ എവിടെയോ അദ്ദേഹം കഷ്ടമായി പോയി എന്ന് എഴുതിയെന്ന് കേട്ടു. എല്ലാവർക്കും എംപതറ്റിക് ആകാൻ കഴിയും. ഇങ്ങനെ ആരാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമാ മേഖലകളിൽ ഏത് സിനിമയിലാണ് എംപത്തറ്റിക് അപ്രോച്ച് കൂടുതലുള്ള ഒരു സിനിമ നമ്മൾക്ക് പൂർണ്ണമായും പറയാൻ പറ്റുന്ന കാലഘട്ടം കഴിഞ്ഞു പോയി എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. ഇപ്പൊ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ, ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു വൺ ഓഫ് ദി സ്കൂളിൽ ഞങ്ങൾ നടത്തിയ സർവേയിൽ മാർക്കോ ഫിലിമിനെ കുറിച്ചിട്ട് കുട്ടികൾ പറഞ്ഞ അഭിപ്രായങ്ങളുണ്ട്. ഞങ്ങളുടെ പ്രതിനിധിക്ക് അകത്താണ്, നെറ്റ്ഫ്ലിക്സിലല്ല കാണുന്നത്, പാരന്റ്സിനോടൊപ്പം തിയേറ്ററിൽ പോയിട്ട് ഫസ്റ്റ് ഷോയ്ക്ക് കണ്ടിട്ട് ആ മാർക്കോ സിനിമയെ കുറിച്ച് പറയുന്ന രീതികൾ ഏതാണ്ട് 6, 7, 8 ക്ലാസ്സുകളിലെ കുട്ടികളിൽ ഞങ്ങള് സെൽഫ് പോർട്രേറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഗ്ലോബൽ ഹാപ്പി സ്കൂളുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച സമയത്ത് കുട്ടികൾ പറഞ്ഞൊരു വേർഡാണ് മാർക്കോ സിനിമയെ കുറിച്ച്. ആനിമൽ ഫിലിം നമ്മൾ കണ്ടു, കിൽ ദ ഫിലിം നമ്മൾ കണ്ടു. ഇത്തരത്തിലുള്ള സിനിമകളെല്ലാം തന്നെ ബ്ലോക്ക് ബസ്റ്റർ കോർപ്പറേറ്റ് സിനിമകളാവുമ്പോൾ ഇതൊക്കെ കാണുന്ന കേൾക്കുന്ന കുട്ടികൾ ഇതിനെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഉള്ളി എന്ന് പറയുന്ന ഒരു സിനിമ നിറയെ തെറി സിനിമയാണെന്ന് കേൾക്കുന്നു. ഞാൻ അതിന്റെ ക്ലിപ്പിംഗ്സ് ഒക്കെ കണ്ടിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നതിലേക്കായി ഇത് ഒരു പബ്ലിക് മീഡിയയിൽ സെൻസറിങ് കഴിഞ്ഞിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കുട്ടി ഒരു സ്കൂളിൽ തെറി വിളിക്കുമ്പോൾ നമ്മൾ ഉടനെ പാരന്റ്സിനെ വിളിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവനെ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുകയോ ആണ് ചെയ്യുന്നത്. സോ പറഞ്ഞു വന്നത്, സ്കൂള്, ടീച്ചേഴ്സ്, സമൂഹം, പാരന്റ്സ്, നമ്മളെപ്പോലെ ഈ പറഞ്ഞിരുന്ന് സംസാരിക്കുന്ന ഓരോരുത്തരും ഈ ഓരോ മരണത്തിനും ഉത്തരവാദികളാണ്. ഇന്നിപ്പോ നമ്മൾ മീഡിയ കണ്ടാൽ നരുവാമൂട് ചിന്മയ സ്കൂളിൽ പഠിച്ചൊരു കുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു എന്ന വേർഡായിരിക്കും വരുന്നത്. ആ സ്കൂളിന്റെ പേര് കൂടി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോ ഇതൊന്ന് നിർത്തലാക്കുന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. എങ്ങനെ സെൻസർ ചെയ്യാം? നമ്മളുടെ വിവരങ്ങളെ സെൻസർ ചെയ്യേണ്ടത് അത്യാവശ്യമല്ലേ? അങ്ങനെ ഒരു സെൻസറിങ് നമുക്കുണ്ടോ? ഏതൊരാൾക്കും ഒരു യൂട്യൂബിലൂടെ എന്തും വിളിച്ചു പറയാമെന്ന കാര്യമല്ലേ നടക്കുന്നത്? അതായത് നിരവധി വ്ളോഗർമാരുടെ കൗൺസിലിങ്ങിന് ഒരാളുണ്ട്, 1 or 2 പേരെങ്കിലും എന്റെ അടുത്തും വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യമാണ് ശരിയെന്ന് വെച്ച് അനുകരിക്കുന്ന കുട്ടികൾ ഇടയ്ക്ക് അൺബോക്സിംഗ് വീഡിയോസ് ഒരു തരംഗമായിരിക്കുകയാണ്. 1 or 2 വീഡിയോസ്, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഞങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ചിലരെങ്കിലും പാരന്റ്സ് അറിയാതെ ഓൺലൈനിലൂടെ സാധനങ്ങൾ മേടിച്ച് അൺബോക്സ് ചെയ്യാണ്. അപ്പോ ഇത്തരത്തിലുള്ള മീഡിയ ലിറ്ററസി പാഠപുസ്തകത്തിൽ പഠന വിധേയമാകണ്ടേ, അല്ലെങ്കിൽ പഠന വിഷയമാകട്ടെ? ഇനി ഇത്തരം സിനിമകൾ കാണുമ്പോൾ ഫിലിം ക്ലബുകളുടെ ജോലി എന്തായിരിക്കണം? നമ്മുടെ സ്കൂളിൽ ഏത് സിനിമ കാണാം, എങ്ങനെ സിനിമ കാണാം, എങ്ങനെയാണ് ചില കാര്യങ്ങളൊക്കെ. ഞാനൊക്കെ കുട്ടിക്കാലത്ത് പഠിക്കുന്ന സമയത്ത് ഫിലിം ക്ലബുകളിൽ അരഗൻസ് ഉള്ള സിനിമകളൊക്കെ എന്റെ അധ്യാപകർ കണ്ട് സോർട്ട് ചെയ്ത് സെൻസർ ചെയ്തിട്ടാണ് തരുന്നുള്ളത്. ഇന്നങ്ങനെയല്ല. ഫസ്റ്റ് ഷോയ്ക്ക് നമ്മൾ പോയിട്ട് നമ്മൾ സ്റ്റാറ്റസ് ഇടുന്ന സിറ്റുവേഷൻ കുറച്ചെങ്കിലും പേർക്കുണ്ടെങ്കിൽ നമ്മളൊന്ന് തിരിച്ചു ചിന്തിക്കേണ്ടതല്ലേ? നമ്മൾ കുട്ടികളെ മാത്രം കുറ്റം പറയുന്നത് കൊണ്ടോ പാരന്റ്സിനെ മാത്രം കുറ്റം പറയുന്നതുകൊണ്ടോ ഒന്നും ആവുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു എളിയ അഭിപ്രായം. ഇതൊക്കെ പറയുന്നതിന് കാരണം ഒരു സിനിമ ഒരു മാസ് സൈക്കോളജിക്കൽ ഹിപ്നോസിസ് ആണ്. അതൊരു വലിയ സമൂഹത്തിനെ പൂർണ്ണമായും സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നാണ്. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ I am in 45, നമ്മുടെ കാലഘട്ടത്തിൽ സിനിമകൾ എന്ന് പറയുന്നതിന്റെ നിരൂപണങ്ങൾ വായിച്ചാൽ തന്നെ മനസ്സിലാവും പലതരം മൂല്യങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇതിന്റെ അർത്ഥം സിനിമ മൊത്തം മോശമാണ് എന്നതല്ല.
പക്ഷേ ഈ തലമുറയ്ക്ക് അനിവാര്യമായ സിനിമകൾ, സാമൂഹിക പ്രതിബദ്ധത കൂടെ കൊണ്ടുവരുന്ന സിനിമകൾ, ഫോർഗീവ്നെസ് ഉള്ള സിനിമകൾ, ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള സിനിമകൾ, സെൽഫ് ട്രസ്റ്റ് ഉള്ള സിനിമകൾ, മോട്ടിവേഷൻ ഉള്ള സിനിമകൾ എന്ന് പറയുമ്പോൾ ഒരു പാലിയേറ്റീവ് കെയർ ഉള്ള സിനിമകൾ, ഇതൊക്കെ വരേണ്ടത് അത്യാവശ്യമല്ലേ? ഇതൊക്കെ കാണിക്കേണ്ടത് ഫിലിം ക്ലബ്ബുകളിലൂടെ ഒരു സ്കൂളിന്റെ ഉത്തരവാദിത്വമല്ലേ? അപ്പോ നമ്മൾ തിരഞ്ഞെടുക്കുന്ന മീഡിയകൾ, നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ എടുക്കുന്ന രീതികൾ, അതിലൊക്കെയുള്ള ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ മാറേണ്ട അനിവാര്യമാണ്. കാരണം ഞാൻ ഈ വീഡിയോസിന്റെ എല്ലാത്തിന്റെയും താഴെ വരുന്ന കമന്റുകളാണ് കൂടുതൽ വായിക്കുക. ഒരു കോമൺ ക്രൗഡിന്റെ സൈക്കോളജി മനസ്സിലാക്കാൻ അതിന് ഒരുപാട് ഉപയോഗപ്പെടും. ഇപ്പോ റീസെന്റ് ആയിട്ട് നബീസ് ഉമ്മ പോയിട്ട് മഞ്ഞുവാരി കളിച്ചു. സുന്നി വോയിസിന്റെ വളരെ അധിപനായിരിക്കുന്ന പ്രിയപ്പെട്ട മതപണ്ഡിതൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇത് ഏറ്റുപറഞ്ഞിട്ട് ഇന്ന് ഉച്ചയ്ക്ക് വരെ 70ഓളം ഓൺലൈൻ മീഡിയകൾ അത് പ്രതികരിച്ചിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ അവസാനം എവിടോട്ട് പോകുന്നെന്ന് എനിക്കറിയില്ല. കാരണം മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം റെഫർ ചെയ്യുകയും അതിലെല്ലാം കണ്ടന്റ് കണ്ടെത്തുകയും അത് യൂട്യൂബ് നല്ലോണം പൈസ കൊടുക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻ എത്തുമ്പോൾ നിവൃത്തികേട് കൊണ്ട് പറയാണ്, ഇതിന് സിസ്റ്റത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. ഒരു യൂട്യൂബിന് കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ ഇതര സംവിധാനങ്ങളോ ഒരാളൊരു സോഷ്യൽ മീഡിയ ചെയ്യുന്നതിന് വ്യക്തമായ രൂപരേഖകളോ ഗൈഡ് ലൈനോ ഉണ്ടായിരിക്കണം, പ്രത്യേകിച്ച് കുട്ടികളെ കുറിച്ചിട്ടുള്ള വാർത്തകൾ കൊണ്ടുവരുമ്പോൾ. അപ്പോ ഏത് വാർത്തകളും എന്തും ഒരാളിന്റെ റൂമിലിരുന്ന് വീട്ടിലിരുന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ നമ്മുടെ കുട്ടികളെ എത്തിക്കുന്ന എവിടെയാന്ന് നോക്കൂ. നിങ്ങൾ നോക്കൂ, ഏറ്റവും കൂടുതൽ ഫ്രീ ഫയറിന് അക്സെപ്റ്റൻസ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. അവിടെ നമ്മുടെ കേരളത്തിൽ ഞാൻ സംസാരിക്കുന്നത് ഒരു പരിധിവരെ ഡേറ്റയുടെ ബേസിസിലാണ്. അതായത് നമ്മുടെ കുട്ടികളിൽ ഫ്രീ ഫയർ ആണ് കൂടുതലായി കളിക്കുന്നു. ക്ലാഷ് ഓഫ് ക്ലാൻസ് ഇപ്പോഴും കളിക്കുന്നു, പബ്ജി ഇപ്പോഴും കളിക്കുന്നു. അത് നിർത്തലാക്കിയാലും അതിന് പുതിയ വേർഷൻസ് നമ്മുടെ കുട്ടികൾ കളിക്കുന്നു. അവരങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ എല്ലാ സ്കൂളുകളിലും മെന്റൽ ഹെൽത്ത്, ഞാൻ വളരെ ചലഞ്ചിങ് ആയിട്ട് പറയാണ്, എത്ര സ്കൂളുകളിലാണ് പെർമനന്റ് ആയിട്ട് മെന്റൽ ഹെൽത്ത് പ്രാക്ടീഷണേഴ്സ് ഉള്ളത്? എത്ര സ്കൂളിലാണ് മെന്റൽ ഹെൽത്തില് NCERT ആയിക്കോട്ടെ, CBSE ആയിക്കോട്ടെ, നമ്മുടെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ആയിക്കോട്ടെ, മൈൻഡ്ഫുൾനെസ്സും വെൽനെസ്സും ഹാൻഡ് ബുക്കുകൾ കൊടുത്തിട്ടുണ്ട്. എത്ര അധ്യാപകരെ അത് നന്നായി പഠിപ്പിക്കുന്നു? എത്ര പേർക്ക്, എത്ര കൗൺസിലേഴ്സ് ഉണ്ട്? ലേണിംഗ് ഡിസബിലിറ്റിക്കും ലാംഗ്വേജ് ലിംഗ്വിസ്റ്റിക്സിനും കൃത്യതയോടുകൂടി കൗൺസിലേഴ്സ് ആവശ്യമാണെന്നിരിക്കെ ഒരു വിസിറ്റിംഗ് കൗൺസിലറെയോ മറ്റോ വെച്ചുകൊണ്ട് മാനേജ് ചെയ്യുന്ന, അഫിലിയേഷൻ ടൈമിൽ മാനേജ് ചെയ്യുന്ന എത്ര സ്കൂളുകൾ ഉണ്ടെന്നറിയോ? ഇതിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് കുട്ടികൾക്ക് ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗീവ്നെസ്സും പോർട്രേറ്റും സെൽഫ് ഹെൽപ്പും ഇമോഷണൽ ഇന്റലിജൻസും ഇക്കോളജി ഇന്റലിജൻസും ഡിസിഷൻ മേക്കിങ്ങും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പ്രാവർത്തികമാകുന്ന പഠന സാമഗ്രികൾ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് ആവശ്യമല്ലേ? അത് കൊടുക്കുന്നതിന് ഇത്ര രൂപയാകില്ലേ? അതിന് ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങനെ ആകില്ലേ? അതിന് PTA-ക്കാരുടെ പെർമിഷൻ വേണ്ടേ? നമുക്ക് എത്ര തുക അതിൽ കിട്ടും? തുടങ്ങിയ സംവിധാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുറച്ച് റോബോട്ടിക്സിനെ പറപ്പിക്കോ, AI-യിലേക്ക് കുറച്ച് പോയാലോ, അല്ലെങ്കിൽ കുറച്ച് ഡ്രോൺ വീഡിയോസ് കൊണ്ടുവന്നാലോ, സ്കൂളിന്റെ സോ കോൾഡ് ബ്രാൻഡിങ് കിട്ടാനായി നമുക്ക് ഇങ്ങനെ ചെയ്തുകൂടെ, അങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ വളരെ സങ്കടത്തോട് പറയാണ്, പുച്ഛമാണ് തോന്നുന്നത്. ഇത് സബ്ജക്റ്റീവ് സ്റ്റഡീസ് നമ്മൾക്ക് ഭാഗമായി വേണ്ടതല്ലേ? കഴിഞ്ഞ ഒരു വർഷകാലം ഏതാണ്ട് 9 സ്കൂളുകളിൽ ശാസ്ത്രീയമായ രീതിയിൽ ഹാപ്പിനെസ് പ്രോജക്റ്റ് പൈലറ്റായിട്ട് ലോഞ്ച് ചെയ്തു. നില സ്കൂൾ ഓഫ് ഹാപ്പിനെസ്. അതിൽ കിട്ടിയ ഞങ്ങളുടെ കേസ് സ്റ്റഡീസ് ഏറ്റവും അധികം ഞങ്ങളെ പഠിപ്പിക്കുന്നത്, ഞങ്ങളുടെ സിലബസും ഞങ്ങൾ ഈ വർഷം മാറ്റേണ്ടിയിരിക്കുന്നു എന്നത് തന്നെയാണ്. സോ ബുള്ളിയിങ് ആഡ് ചെയ്യേണ്ടതുണ്ട്, ബോഡി ഷേമിങ് ആഡ് ചെയ്യേണ്ടതുണ്ട്, നിയമാവലികൾ പഠിപ്പിക്കേണ്ടതുണ്ട്, കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഒരു 73 ദിവസം സ്കൂളിൽ പോകാത്ത ഒരു 6ാം ക്ലാസ്സുകാരി, സ്കൂളിൽ ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് അയാൾ സ്കൂളിൽ പോകുന്നില്ല. റീസൺ ചോദിക്കുന്നു. 8 തവണ പാരന്റ്സ് സ്കൂളിലേക്ക് കൊണ്ടുവിടുന്നുണ്ട്, അദ്ദേഹം പോകുന്നില്ല. സ്കൂളിൽ പോകാത്തതിന് പ്രധാനപ്പെട്ട കാരണം വീട് കംഫർട്ട് സോൺ ആയതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹം ഈ കണ്ട സോഷ്യൽ മീഡിയ എല്ലാം കണ്ടിട്ട് പാരന്റ്സ് ആരോപിക്കുന്നത് ഇംഗ്ലീഷ് ടീച്ചർ ഇങ്ങനെയാണ്, ഹിന്ദി ടീച്ചർ ഇങ്ങനെയാണ്, സ്കൂൾ ഇങ്ങനെയാണ് എന്നതാണ്. വളരെ മിടുക്കിയായ പ്രിൻസിപ്പാളാണ് ഈ കുട്ടീനെ നമുക്ക് റെഫർ ചെയ്യുന്നത്. അത് 3 മണിക്കൂർ അവൾക്ക് ചൈൽഡ് റൈറ്റ് ആക്ടിന്റെയും ആ 35 ദിവസത്തിൽ കൂടുതൽ
ഒരു കുട്ടി സ്കൂളിൽ പോയില്ലെങ്കിൽ അപ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ലീഗൽ അവയർനെസ് ഇത്രയും ചെറിയ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെടുത്തിയപ്പോ സെലീന മാം ഞാൻ നാളെ സ്കൂളിൽ പോവാന്ന് പറഞ്ഞു. കൃത്യമായി പിറ്റേ ദിവസം സ്കൂളിലെത്തി പ്രിൻസിപ്പലിന്റെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ചു. സ്കൂളിൽ പോയി പാരന്റ്സിനെയും സ്കൂൾ ടീച്ചേഴ്സിനെയും കടിക്കുകയും ആക്രമിക്കുകയും ചെയ്ത ഒരാളാണ്. ഇവിടെ എന്ത് കൗൺസിലിംഗ് ആണ് ചെയ്തത്? ഒന്നും ചെയ്തില്ല. സ്കൂളിൽ പോയില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുമെന്ന് പറയുകയും അതിന് അച്ഛനും അമ്മയും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും കുഞ്ഞിന് ഇങ്ങനെ സംഭവിക്കുമെന്നും കുഞ്ഞ് പഠിച്ചിരുന്ന ഗവൺമെന്റ് സ്കൂളിൽ ഒരു ഹീറോ ആയിരുന്നു, ഇതൊരു CBSE സ്കൂളിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷ് അറിയില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ ഷെയിം ആവുന്നു എന്നും എനിക്ക് വളരെയധികം ഇൻസൾട്ടഡ് ആകുന്നു എന്നും കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടികൾ എന്നെ കളിയാക്കുന്നു എന്നൊരു കാരണം അവിടെ ഉണ്ട്. ആ കാരണത്തിനെ ആ കുഞ്ഞു മനസ്സിൽ നിന്ന് മാറ്റി കറക്റ്റ് പുതിയൊരു കാര്യം അവിടെ നിറയ്ക്കുകയാണ് ചെയ്തത്. സോ ലീഗൽ അവയർനെസ് വേണ്ടേ, ഡിജിറ്റൽ ഡെമോക്രസി വേണ്ടേ, സോഷ്യൽ അവയർനെസ് വേണ്ടേ, സോഷ്യൽ എഞ്ചിനീയറിംഗ് വേണ്ടേ, ഒരു കുഞ്ഞിനെ പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ തിങ്കിങ് വേണ്ടേ, ഇന്നോവേറ്റീവ് തോട്ട് വേണ്ടേ? അപ്പൊ ഇത്തരം സംഗതികൾ സിലബസിൽ കൊണ്ടുവന്ന് നമ്മുടെ കാലഹരണപ്പെട്ട നമ്മളുടെ സിലബസ് വിമർശനമായിട്ട് തോന്നുമെങ്കിലും കുറെ കാലമായി 2012 തൊട്ട് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് മാത്രം പഠിക്കുന്ന ഒരു വലിയ പാനൽ ഉണ്ട് നില സ്കൂൾ ഓഫ് ഹാപ്പിനെസ്സിൽ. അതിന്റെ അധികാരത്തോടുകൂടിയും അർഹതയോടുകൂടിയും പറഞ്ഞാൽ കാലഹരണപ്പെട്ടത് തന്നെയാണ്. പല മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എങ്കിൽ പോലും മതിയായ മാറ്റങ്ങൾ ഇവൻ ഞങ്ങൾ പഠിച്ച മനഃശാസ്ത്രം പോലും കാലഹരണപ്പെട്ടതായിരിക്കുന്നു. അല്ലെങ്കിൽ സായിപ്പ് പഠിപ്പിച്ച കാര്യങ്ങൾ ഇന്നിന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റാതായിരിക്കുന്നു. കസ്റ്റമൈസ് ചെയ്യേണ്ട കാലം വന്നിരിക്കുന്നു. കാരണം കൊറോണയ്ക്ക് ശേഷമുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ നന്നായി പഠിക്കേണ്ടിയിരിക്കുന്നു. പല പൊളിറ്റിക്കലിസംസും റിലീജിയസിസംസും കമ്മ്യൂണിറ്റിസംസും മാറേണ്ടിയിരിക്കുന്നു. ഈ മാറേണ്ട കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കാലഘട്ടത്തിൽ നമ്മൾ പാരന്റ്സും സോഷ്യൽ എഞ്ചിനീയേഴ്സും കൂടെ മാറി ചിന്തിക്കുന്നിടത്ത് തന്നെയല്ലേ ഇതൊക്കെ മാറുന്നത്. ഒരു മീഡിയ ഒരു സോഷ്യൽ സിസ്റ്റം തന്നെയല്ലേ, അത് നമുക്കൊരു മാറ്റം കൊണ്ടുവരണമല്ലോ. എല്ലായിടത്തും ഇതെല്ലാം ഡ്രഗാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡ്രഗിനെ മാത്രം ഞാനും ഡ്രഗ്സിനെ കുറിച്ചിട്ടൊരു മീഡിയ ചെയ്തതാണ്. പക്ഷെ ഡ്രഗ് മാത്രമല്ല ഇതിന്റെ കാരണം, സിസ്റ്റം കാരണമാണ്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ കാരണമാണ്, അതിന്റെ സിലബസ് ഒരു കാരണമാണ്, മീഡിയ ഒരു കാരണമാണ്, എക്സിക്യൂഷൻ ഒരു കാരണമാണ്, ജുഡീഷ്യറി ഒരു കാരണമാണ്. അപ്പോ ജുഡീഷ്യറിയിലേക്ക് വരുമ്പോൾ നോക്കൂ, കുട്ടികളോട് എന്റെ പ്രിയപ്പെട്ട ഒരുപാട് ടീച്ചേഴ്സിനോട് വ്യക്തിപരമായി ഞാൻ സംസാരിക്കുന്ന ഒരാളാണ്. അവരുടെ മെന്റർ എന്ന നിലയിലും അവരുടെ കോച്ച് എന്ന നിലയിലും അല്ലാതെ ഞാൻ സംസാരിക്കുന്ന ആളാണ്. അവരിപ്പോ പറയാറുണ്ട്, നമുക്ക് പണിഷ്മെന്റ് ഇപ്പൊ പേടിയാണ്, നിന്നെ ഞാൻ പൂട്ടിക്കും, നിനക്ക് ഞാൻ കാട്ടിത്തരാമെന്ന് പറയുന്ന 40-ൽ 10% കുട്ടികളെങ്കിലും ഉണ്ടെങ്കിൽ ആ ടീച്ചേഴ്സ് എങ്ങനെയാണ് ഗൈഡ് ചെയ്യേണ്ടത്? ഞാൻ എന്റെ കണക്ക് ടീച്ചറായ, ഞാൻ ഗവൺമെന്റ് സ്കൂൾ പാപ്പനംകോടാണ് പഠിച്ചത്. ഞാൻ എന്റെ കണക്ക് ടീച്ചറായ ട്രീസ ടീച്ചർ, എന്റെ പ്രിയപ്പെട്ട ടീച്ചർ മരണപ്പെട്ടു പോയി. എന്റെ ടീച്ചറിന്റെ കയ്യിൽ നിന്ന് കൊണ്ട തല്ലിന് കണക്കില്ല. ആ തല്ലാണ് കണക്കിൽ ഏറെ പൊട്ടയായ എന്നെ നല്ല മാർക്കോട് കൂടി ടോപ്പറായിട്ട് ആ സ്കൂളിൽ നിന്ന് ഇറങ്ങാൻ എനിക്ക് കഴിഞ്ഞത്. എന്റെ അധ്യാപകർ എനിക്ക് തന്ന പണിഷ്മെന്റും എന്റെ രക്ഷകർത്താക്കൾ എനിക്ക് തന്ന പണിഷ്മെന്റും എന്റെ അമ്മ എനിക്ക് നൽകിയ ശിക്ഷണ രീതിയുമാണ് എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറെ സമ്മാനമായി എന്റെ ഗിഫ്റ്റായിട്ട് ഞാൻ ഇന്നും കൊണ്ടു നടക്കുന്നത്. ഈ പണിഷ്മെന്റ് സിസ്റ്റം ചെയ്യാൻ നമ്മൾ ആരെങ്കിലും അനുവദിക്കുന്നുണ്ടോ നമ്മുടെ ടീച്ചേഴ്സിനെ? ആ പണിഷ്മെന്റ് സിസ്റ്റം കൊണ്ടുവന്ന നമ്മൾ പറയുന്നത് എന്താ, ബാലാവകാശ കമ്മീഷൻ ഉണ്ട്, ഇവിടെ പോക്സോ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നിടത്ത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു വലിയ കാര്യം എന്താണെന്നറിയോ? ഞാൻ എന്ത് ചെയ്താലും ഒരു കുഴപ്പം ഉണ്ടാവാൻ പോണില്ല, ഇന്നെ ആരും തൊടാൻ പോണില്ല എന്ന് പറയുന്നൊരു സംവിധാനം. ഇനിയിപ്പോ പാരന്റ്സ് തൊട്ടാൽ പാരന്റ്സിനെതിരെ പറയുന്ന സംവിധാനം. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിയമങ്ങൾ തെറ്റുകളല്ല, പക്ഷെ ഈ നിയമങ്ങൾ ആഡ് ഓൺ ചെയ്യേണ്ടയും മെന്റർ ചെയ്യേണ്ടയും അത് റിവൈസ് ചെയ്യേണ്ടയും റീലേൺ അൺലേണിന്റെയും ആവശ്യം ഓരോ സംഭവത്തിലും നമ്മൾ പഠിക്കുന്നത് നല്ലതല്ലേ? എനിക്കറിയാം ഞാൻ ഈ പറയുന്ന പോലെ എളുപ്പമല്ല ഈ കാര്യങ്ങൾ, പക്ഷേ നമ്മളിത് ചെയ്യേണ്ടത് ആവശ്യം തന്നെയല്ലേ? ഞാൻ അനുഭവിക്കുന്ന പോലെ തന്നെ ആയിരിക്കില്ലേ മറ്റൊരു പാരന്റ് നിസ്സഹായാവസ്ഥയിൽ അനുഭവിക്കുന്നത്? മറ്റൊരു ടീച്ചർക്ക് സൈലന്റ് ആയിട്ടും ഒരു കുട്ടിയെ അധിക്ഷേപിക്കുന്നത് കേട്ടിട്ട് ഇറങ്ങി വരേണ്ടി വരുന്നത്? ഒരു സ്കൂളിൽ ഒരു കുട്ടിക്ക് മൊബൈൽ ഫോൺ പിടിച്ചാൽ എന്ത് ചെയ്യണമെന്ന കർശനമായ നിർദ്ദേശങ്ങൾ ഗൈഡ് ലൈനായിട്ട് സ്റ്റേറ്റ് കൊടുക്കുമ്പോഴല്ലേ പാരന്റിനെ വിളിക്കാതെ ഇത് മാനേജ് ചെയ്യാൻ ടീച്ചർക്ക് ട്രെയിനിങ് കിട്ടുന്നത്? അപ്പൊ കുട്ടി എന്താണ് ചെയ്തത്?
പാരന്റ്സ് ഒന്നും പറയാതെ അങ്ങ് പോയി. പക്ഷെ ഒരു കുട്ടി ഒരു രാത്രി മുഴുവൻ ഒരു സൈക്കിളിൽ ഒറ്റയ്ക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു കുട്ടി നമ്മുടെ കേരളത്തിലുണ്ടായി. അല്ലെങ്കിൽ ഇത് അറിയപ്പെടാതെ ഒരുപാട് കുട്ടികൾ, ആ പാരന്റ്സ് അപ്പൊ പ്രതികരിച്ചതുകൊണ്ട് ഇത് പോലീസ് അറിഞ്ഞു, അറിയപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാവും. ഇത്രയും ശ്രദ്ധിക്കാത്ത കുട്ടികൾ ഒരുപാടുണ്ടാവും. കൂട്ടുകാരുടെ വീട്ടിൽ പോയി കിടന്നുറങ്ങുന്ന കുട്ടികൾ ഉണ്ടാവും. ഇത്തരം കുട്ടികൾക്കൊക്കെയുള്ള സംവിധാനം. എനിക്ക് ഇങ്ങനൊരു സങ്കടം ഉണ്ടായാൽ ആദ്യം നീ ആരെ വിളിക്കണം, നിനക്കത് പേടിക്കേണ്ടതില്ല, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട് എന്ന് വിളിക്കുന്ന സംവിധാനം ഒരു ചൈൽഡ് ലൈൻ പ്രൈവറ്റ് പാർട്ടിൽ ഇതാണെന്ന് പഠിപ്പിക്കുന്ന ബാനേഴ്സ് അല്ലാതെ വേറെ എന്താണുള്ളത്? നമ്മൾ പറഞ്ഞു റാഗിങ്ങിന്റെ വിഷയം പറയുന്നു, ഇന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടോട് പറയുന്നു. വെറുതെ ടീച്ചർ അടിച്ചാൽ റാഗിങ് ആണെന്ന് പറഞ്ഞു വെറുതെ ടീച്ചർക്കും സ്കൂൾക്കും എതിരെ ഓരോരുത്തർ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ സോർട്ട് ചെയ്യപ്പെടേണ്ട, സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടേണ്ട. നോക്കൂ, ഫുൾ A+ വാങ്ങുന്ന ഒരു കുട്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? അക്കാഡമിക മികവ് മാത്രം ഒരു കുട്ടിയെ ക്വാളിറ്റി എസ്റ്റിമേറ്റ് ചെയ്യാൻ നമ്മൾ എടുക്കുന്നത് കൊണ്ടാണ്. മിക്കവാറും സ്കൂളുകളിൽ കൊടുത്തിരിക്കുന്ന ലൈഫ് സ്കിൽ കാർഡുകൾ, ഇന്റേണൽ മാർക്കിന്റെ ബേസിസിൽ വരുന്ന കാർഡുകൾ പോലും ഒറ്റ നോട്ടത്തിൽ ടിക്കറ്റോ ഇൻഡ്യൂട്ടോ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി മാർക്ക് കുറഞ്ഞാലും ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന ക്വാളിറ്റിയെ കണ്ടെത്തുന്ന ശാസ്ത്രീയമായ സോഷ്യോ ഇമോഷണൽ ലേണിംഗ് നമുക്ക് എവിടെയാണുള്ളത്? നമ്മളൊരു കുട്ടീനെ ഒരു സ്കൂൾ അഡോപ്ഷനോ ഒരു ട്രൈബൽ സെറ്റിൽമെന്റ് അഡോപ്ഷനോ പോയാൽ അവിടെ വരെ പോകാൻ പെട്രോൾ അടിക്കുന്ന പൈസ കൂടുതലാകില്ലേ എന്ന് ചിന്തിക്കുന്നിടത്ത് ഈ സ്കൂൾ എഡ്യൂക്കേഷൻ നശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഓരോ ഘട്ടങ്ങളിലും പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ ഹോം സ്കൂളിംഗും കൂടെ കൊണ്ടുവന്നുകൊണ്ട്, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവന്നുകൊണ്ട്, കൊല്ലുന്നതിന്റെ നിറവല്ല, തല്ലുന്നതിന്റെ നിറവല്ല, മനസ്സിലാക്കുന്നതിന്റെ നിറവാണ് എഡ്യൂക്കേഷൻ എന്ന് കൂടെ അവരെ പഠിപ്പിക്കുന്ന സംവിധാനങ്ങൾ കൊടുക്കുക. ഇത്തരം ക്രിമിനൽ ഒഫൻസ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന മീഡിയാസിനെ നമ്മളുടെ ഫോണിൽ നിന്നും നമ്മളുടെ TV-യിൽ നിന്നും ഡിസ്ലൈക്ക് ചെയ്ത് മാറ്റി നിർത്താനുള്ള ഉത്തരവാദിത്വവും നമുക്ക് ഉണ്ടാവണ്ടേ? അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലേ? അപ്പോൾ പാരന്റിങ്ങിന്റെ ഭാഗത്തും സോഷ്യൽ പാരന്റിങ്ങിന്റെ ഭാഗത്തും ഈ സമൂഹത്തിന്റെ ഭാഗത്തും നമ്മുടെ മാനേജ്മെന്റിന്റെ ഭാഗത്തും സർക്കാരിന്റെ ഭാഗത്തും ഇന്റെ ഭാഗത്തും ഉൾപ്പെടെ എല്ലാവരുടെ ഭാഗത്തും ഉത്തരവാദിത്തങ്ങളുണ്ട്. ദയവ് ചെയ്തിട്ട് പ്രിയപ്പെട്ട ഓൺലൈൻ മീഡിയയോടും എന്തെപ്പോൾ ടെലികാസ്റ്റ് ചെയ്യണം, ആരുടെ മുമ്പിൽ ടെലികാസ്റ്റ് ചെയ്യണം, എങ്ങനെ ടെലികാസ്റ്റ് ചെയ്യണം എന്നൊരു സെൻസറിങ് വളരെ അത്യാവശ്യമല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും നോക്കിക്കോളൂ. ഇന്ന് 22-ാം തീയതി ഫെബ്രുവരിയാണ്. ഇത് എപ്പോൾ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്നേക്ക് വീണ്ടും നിങ്ങൾ നോക്കൂ, ടീച്ചേഴ്സിനെ തല്ലുന്ന, പാരന്റ്സിനെ തല്ലുന്ന, ആത്മഹത്യകൾ ചെയ്യുന്ന, നിരന്തരമായി ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ഒരു സമാധി കഴിഞ്ഞു, അത് കഴിഞ്ഞ് ആ ഭാഗത്തൊരു അച്ഛനെ വെട്ടിക്കൊന്നു, അതിനൊരു കുട്ടീനെ നമ്മൾ എടുത്തെറിയുന്നു, പിന്നെ ഗ്രീഷ്മയായി. ഇത് മാത്രമേ നമുക്ക് മീഡിയയ്ക്കുള്ളൂ. നമ്മളെ ഒരുപാട് കാര്യം അത് മാത്രമല്ല ചെയ്യുന്നതെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഇതൊക്കെ ഞാൻ കുട്ടികളുമായി കൂടുതൽ ഇടപഴകുന്ന ഒരാളാണ്. ഇതൊക്കെയാണ് കൂടുതൽ കാണുന്നത്. ഞങ്ങളൊരു മെന്റൽ ഹെൽത്ത് ഓഡിറ്റ് സോഷ്യൽ ഓഡിറ്റ് ആയിട്ട് ഇടുമ്പോൾ 700-ഓളം കുട്ടികളിലേക്ക് ഓഡിറ്റ് നടത്തുമ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് ഇപ്പൊ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് ടീച്ചർ, ഇത് എങ്ങനെയാണ് ഹീറോയിസം എന്നുള്ളതാണ്. നമ്മളൊരിക്കലും പരാജയം പഠിപ്പിക്കുന്നില്ല, ഹീറോ ആകാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ വില്ലന്മാരെയും അവതരിപ്പിക്കുന്ന രീതി നമുക്കറിയാമല്ലോ. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹീറോ ആകാതിരുന്നാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകും. ഇല്ലെങ്കിൽ ബ്രാൻഡഡ് ആയ ഒരു സാധനം ഞാൻ സ്കൂളിൽ ഇട്ടുണ്ട് പോയില്ലെങ്കിൽ എനിക്കെന്തോ പ്രശ്നമുണ്ടാകും. ഈയിടെ ഒരു കുട്ടി അപ്പൻ കഴിച്ച മദ്യത്തിന്റെ ബാക്കി ഒരു വിദേശ മദ്യത്തിന്റെ കുപ്പി തന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കുവാണ്. അപ്പോ സെഷന്റെ ഇടയിൽ ചോദിച്ചു, മോനെ ഇതൊന്ന് റിമൂവ് ചെയ്യാവോ? കാരണം under-17 ആണല്ലോ, അതങ്ങനെ ഇട്ടിരുന്നൂടല്ലോ, ഇനിയും ബാക്കി കുടിച്ചു തീർക്കാനുണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോ അവനെ ബോധവൽക്കരിക്കാൻ 2 മണിക്കൂർ എടുത്തു. ഇതിങ്ങനെ ഇടാൻ പാടില്ല, ചൈൽഡ് റൈറ്റ് ആക്ട് ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്യുന്നതിലൂടെ. അപ്പൊ അവൻ പറഞ്ഞ മറുപടി ഇതാണ്, ടീച്ചർ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അപ്പൊ അതൊരു ഹീറോയാണ്. വേറെ ഏതെങ്കിലും വിദേശ കാറിന്റെ ഫ്രണ്ടിൽ വന്നു നിന്ന് നമ്മൾ ഫോട്ടോ എടുത്താലാണ് നമ്മൾ ഹീറോ ആകുന്നത് എന്നൊരു ഫെസിലിറ്റേഷൻ മാറണമെങ്കിൽ ഒരു കുട്ടിക്ക് സെൽഫ് ട്രസ്റ്റും സെൽഫ് ലവും കൃത്യമായി സെൽഫ് ഇമേജും ക്രിയേറ്റ് ചെയ്യുന്ന സബ്ജക്റ്റീവ് സ്റ്റഡീസ് നമ്മൾക്ക് ഭാഗമായി വേണ്ടതല്ലേ? ഇതിലെല്ലാം തന്നെ ബോധവൽക്കരണം അത്യാവശ്യമാണ്. ഈ ബോധവൽക്കരണം ഒരു ദിവസം 2 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ ആനുവൽ ഡേക്ക് റിപ്പോർട്ട് വായിക്കാനോ ആകാതെ
അല്ലെങ്കിൽ അഫിലിയേഷന് സബ്മിറ്റ് ചെയ്യുന്നതാകാതെ ഇത് നമ്മളുടെ അജണ്ടയായും ക്വാളിറ്റി പ്രോജക്റ്റ് ആയിട്ടും ഇത് നമ്മുടെ ക്വാളിറ്റി അസസ്മെന്റിന്റെയും ഇവാലുവേഷന്റെയും ഭാഗമായിട്ടും 100% വിജയത്തോടൊപ്പം ആത്മഹത്യ ചെയ്യാത്തൊരു കുട്ടിയും ഫോൺ അഡിക്റ്റഡ് അല്ലാത്തൊരു കുട്ടിയും നല്ലവണ്ണം ചിരിക്കുന്ന മനസ്സുകൊണ്ട് നിയന്ത്രണങ്ങളുള്ള സെൽഫ് റെസിലിയന്റ് ആയ സസ്റ്റൈനബിൾ ചിന്താഗതികളുള്ള മനസ്സും ശരീരവും കൈയും പറയുന്നത് ഒരുപോലെ കേൾക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഉത്തരവാദിത്വമുള്ള മാനേജ്മെന്റ് സംവിധാനങ്ങളും എഡ്യൂക്കേഷൻ സിസ്റ്റവും ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾക്ക് ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാകുന്നുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു.